അപ്പം ഇന്ന് നമ്മളെ ഓണവിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ അടുക്കളയിൽ എന്തൊക്കെ നടക്കുന്ന വിഭവങ്ങളൊന്ന് പോയി നോക്കാം കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് അടുക്കളയിൽ പോയിട്ടില്ല. നമുക്കൊന്ന് പോയി നോക്കാം. കമോ നമ്മളവിടെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഗൈസ്. ഇവിടെ റീനു ഉണ്ട്. ഇവിടെ ഓക്കേടാ കമോ. അപ്പൊ അവിടെ പച്ചടി, കൂട്ടുകറി, അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. നമുക്ക് പച്ചടി ഇപ്പൊ ഇവിടെ തിരക്കില്ല ഗൈസ്. പച്ചടീനെ കാണിച്ചാലോ ഗൈസ്. പിന്നെ ഇങ്ങനെയാണ് പിന്നെ പച്ചക്കോള പണികള് അത് കൂട്ടുകറിക്കാണ്. പിന്നെ അവിയല് കാണിച്ചാ അവിയൽ കേട്ടോ ഗൈസ്. അവിയലുണ്ടോ അവിയലുണ്ടായിരുന്നു. പിന്നെ ഉമ്മ അവിടെ ഉണ്ട് കേട്ടോ. ഉമ്മയുടെ ചോറാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. പച്ചി ഭയങ്കര പണി കേട്ടോ. കൂട്ടുകറിന്റെ തേങ്ങ വറുത്തോണ്ടിരിക്കാണ്. ഇതാ ഉമ്മയുണ്ട്. ഹായ് ഹായ്. ഓക്കെ റീനു ഇവിടെ തുള്ളിച്ചാടി കൊണ്ടിരിക്കുന്നു ഗൈസ്. അമ്മയുടെ പണിയിലാണ് ചോറൊക്കെ ആവാനായിട്ട് ഗൈസ്. ഇത് കൂട്ടുകറിന്റെ കാണിച്ചിരുമ കൂട്ടുകറിന്റെ തേങ്ങയാണ് വറുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ് സാമ്പാർ കേട്ടോ ഗൈസ്. സാമ്പാർ കുറച്ചുകൂടി പണിയെടുക്കാണ്ട്. ഓക്കെ ഗൈസ് പച്ചടി പാടുപാട് നമ്മളെ പച്ചടി വറവിട്ടോണ്ടിരിക്കുകയാണ് നമ്മള്. വറവിട്ടതിന് ശേഷം എന്താവും നമുക്ക് നോക്കാം. നിലവിലുള്ള സ്റ്റാറ്റസ് അനുസരിച്ച് എല്ലാം വളരെ ടേസ്റ്റിയാണ്. പുളി ലേശം കുറവുണ്ട്. അപ്പൊ നമ്മള് വാടി കുറച്ച് ആരെ കഴിയല്ലേ. പുളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അയാളൊന്ന് വീഡിയോ എടുക്കട്ടോ. ചെറുതായി പറയുന്നു പുളി ഉണ്ടാവും. പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പച്ചടിയിൽ ആദ്യം നമ്മൾ ചെയ്തെന്ന് വെച്ചാല് ബീട്രൂട്ട് നല്ല കച്ചക്കച്ചക്കച്ചരിഞ്ഞു. അതിനുശേഷം പിന്നെ പറഞ്ഞ വറവിടാണ്. ഞങ്ങള് ദുബായിൽ എത്തിക്കാനല്ലേ വെക്കല്. കടുകാണത്. ചെറുതായിട്ട് കൂട്ടെ അല്ലാതെ ഓടിക്കോ. കടുകിട്ടതിന് ശേഷം ശുദ്ധമായ കറിവേപ്പില നല്ല അടുത്ത് നമ്മള് വറ്റൽമുളക് എന്നുള്ള അറിയില്ലേ? പൊട്ടി തെറിക്കണ്ടത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇളക്കറിയില്ല. ഈ കയ്യിൽ എടുക്കല് കുക്കിങ്ങിന്റെ ഭാഗമാണ്. അത് കഴിക്കുന്നുണ്ട്. ഞാൻ മോലാക്കണേ. അതെടുത്തിട്ടോ. ഞാൻ ബ്ലാങ്ക് ചട്ടി കാണിച്ചത്. കോലൊന്നും കണ്ടിട്ട് നോക്കടാ. എന്റെ കൈ തട്ടിയാൽ ഇളക്കണ്ട. പിന്നെ ഇതിങ്ങനെ വിളമ്പുമ്പോ ഇളക്കിയാ മതി. ഇതിങ്ങനെ വെക്കുക. പുളിയില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഈ അടുപ്പത്ത് കിടക്കുന്നതെന്ന് നോക്കാം. അവിടെ തീരെ നല്ലോണം കത്തുണ്ട് ഗൈസ്. പിന്നെ നമ്മളെ സാമ്പാർ ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിച്ചോളെ. പിന്നെ നമ്മളെ അടുപ്പത്തുള്ള കുത്തരി ചോടാട്ടോ ഗൈസ്. കുത്തരി അപ്പൊ ഉപ്പേരി ടേസ്റ്റ് ആക്കാൻ പോണ
പാചകക്കാരനൊരു കുന്താണില്ല കേട്ടോ. അടുത്ത വിഭവം നമ്മൾ ഉപ്പേരി ഒന്ന് പറയാൻ പോകണം കേട്ടോ. ഉപ്പേരിക്കുള്ള പയറുപ്പേരി പയറുപ്പേരി നല്ല കിജുകിജായിരിഞ്ഞ പയറുപ്പേരിയാണ്. ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിപ്പുളി കാട്ടോ. വാവ് നല്ല സുണ്ട് ഗൈസ്. ഇഞ്ചിപ്പുളിയാണിത്. അപ്പം നമ്മൾ ഇഞ്ചിപ്പുളിയൊക്കെ ലാസ്റ്റ് ഇടാം. എന്തിന് സ്പൂൺ എന്തിനാ ഇതല്ലേ അതെടാ സ്പൂൺ ഈ പാചകക്കാരന് ഒരു കുന്തമില്ല ഗൈസ്. ഇവര് നാടൻ വെപ്പാണ്. നമ്മൾ ദുബായിൽ ഇങ്ങനെ വെക്കല്. അങ്ങ് ദുബായിൽ ഇങ്ങനെ തന്നെ വെക്കുക. പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ. ഓ മൈ ഗോഡ്, അല്ല പായസം റെഡി ആയില്ല. പായസം കുറച്ചും കൂടി ഒന്നും കൂടി ഇതാക്കാനുണ്ടായിരുന്നു. ഓ വെള്ളം ഒഴിക്കാൻ പോകണം. ആ ഉപ്പേരി പാചകക്കാരൻ ഉപ്പേരി ഇടാൻ പോകണം ഗൈസ്. ഉപ്പേരി ഇടുന്നത് ഗൈസ്. പായസം അമ്മ അവിടെ ചെറുപാട് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വാവ് രസമുണ്ടോ ഗൈസ്. കൂടാണ്ട് കേട്ടോ ഗൈസ്. പാൽ ഒഴിക്കാനുണ്ട്. അപ്പൊ അടുത്ത് നമ്മള് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. തപ്പച്ചുണ്ട് ഗൈസ്. വല്ലാത്തൊരു പാചകക്കാരൻ പെരിതാ പച്ചടി വരുത്താനുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പയർപ്പേരി. നമ്മളെ പയർ മൊബൈലിലേക്ക് പോയിട്ടോ. കുറച്ചിട്ട് അവിയലിനുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അവിയലൊക്കെ കൂട്ടുകറി. അല്ല അവിയലല്ല, മാറിപ്പോയി കൂട്ടുകറി. ഏതാ കൂട്ടുകാരി ഏതാ ഇപ്പോൾ ബസ്സായി ബന്ധില്ലല്ലോ. ഇപ്പൊ വെച്ചിട്ടല്ലോ പച്ചേ. ഗ്യാസ് ഒക്കെ ഓൾഡ് ടൈപ്പ് ഗ്യാസ് ആണ്. ഇതാണ് എനിക്ക് തീരെ ഇഷ്ടമില്ല. കുക്കിംഗ് പ്രോസസ് ഇല്ല. എന്ത് ഞങ്ങൾ ദുബായിലൊക്കെ ഉണ്ട്. ദുബായോ?